ജീവിതത്തിൽ നിന്നും ഭയം മാറിയാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഭയത്തിൻ്റെ മൂന്നാമത്തെ മേഖല അത് നമ്മുടെ പ്രവർത്തന മേഖലയാണ്. ചിലപ്പോൾ ഭയം മൂലം ഒന്നും പ്രവർത്തിക്കുവാനോ തുടങ്ങുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പരിണത ഫലങ്ങളെക്കുറിച്ചോർത്തോ വെല്ലുവിളികളും ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെയും ഓർത്ത് നമ്മൾ പലതും മാറ്റിവെക്കുകയും അതിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുകയും ചെയ്യുന്നു. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, അവരെ ഭയപ്പെടരുത്, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രവർത്തന മേഖലയിൽ നമുക്കുള്ള ഭയത്തെ അകറ്റുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ, അങ്ങയുടെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പ്രവർത്തന മേഖലകളിലും പഠന മേഖലകളിലുമുള്ള ഞങ്ങളുടെ എല്ലാവിധ ഭയങ്ങളെയും പ്രശ്നങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൂടെയും മറ്റുള്ളവരിലൂടെയും പ്രവർത്തിക്കുമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നതെല്ലാം ഞങ്ങൾ ഈ നിമിഷം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങ് നൽകുന്ന നല്ല പ്രചോദനങ്ങളും വെളിപ്പെടുത്തലുകളും സ്വീകരിച്ച് അങ്ങയുടെ പദ്ധതി പ്രകാരം എല്ലാം പ്രാവർത്തികമാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ പഠന മേഖലകളും പ്രവർത്തന മേഖലകളും കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മെ പ്രചോദിതരാക്കുകയും ചെയ്യട്ടെ. നമ്മിലൂടെ ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവായ ഈശോ നാം എല്ലാവരെയും ആശീർവദിച്ച് നമ്മുടെ പഠന മേഖലകളെയും പ്രവർത്തന മേഖലകളെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമാക്കി വിശുദ്ധീകരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.